നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ ആഗ്രഹമുണ്ടോ? ജോലി തിരക്കാണോ തടസ്സം? വിഷമിക്കേണ്ട, ബാസ് സ്റ്റഡി സെന്റർ നിങ്ങളൊപ്പം ഉണ്ട്. BA, BCom, BBA, BSW പോലുള്ള ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് എവിടെയിരുന്നും എപ്പോൾ വേണമെങ്കിലും പഠിക്കാം. ഇനി പ്രായമാണോ നിങ്ങളുടെ തടസ്സം? അല്ല. ഏത് പ്രായക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയലുകളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ബാസ് സ്റ്റഡി സെന്റർ കൂടെയുണ്ട്. ഹായ് എവറി വൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇപ്പം നമുക്കിപ്പോൾ ഫസ്റ്റ് സെമ്മിൻ്റെ എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളുകളാണ് നിങ്ങളെല്ലാവരും എന്നുള്ളത് അറിയാം. നമുക്കിപ്പം ഫസ്റ്റ് സെമ്മിൻ്റെ എക്സാമും അതുപോലെ തന്നെ സെക്കൻഡ് സെമ്മിൻ്റെ എക്സാമും ചിലപ്പോൾ ഒരേ ടൈമിലായിരിക്കും വരുന്നുണ്ടായിരിക്കുക. അപ്പം അതിനുള്ള ഒരു ഉത്തരവുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് സെമ്മിൻ്റെ എക്സാം ഇതുവരെയായിട്ടും കഴിഞ്ഞിട്ടില്ല. നമുക്ക് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് പോവുകയാണ്. അപ്പം മിനിമം ഒരു ഏപ്രിൽ മെയ് അല്ലെങ്കിൽ ആ ഒരു ഡേറ്റ് ഒക്കെ അനുസരിച്ചായിരിക്കും എക്സാം വരാൻ പോകുന്നത്. അല്ലെങ്കിൽ മെയ് ജൂൺ ആ ഒരു ടൈമിലായിരിക്കും എക്സാം ഉണ്ടായിരിക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് സെമ്മിൻ്റെ എക്സാമിനോടൊപ്പം തന്നെ നമുക്ക് സെക്കൻഡ് സെമ്മിൻ്റെ എക്സാമും നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം നമുക്ക് ഇത്രയും ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ചില ടൈമിൽ നമുക്ക് ഈ ഒരു ഫസ്റ്റ് സെമ്മിൻ്റെയും അതുപോലെ തന്നെ സെക്കൻഡ് സെമ്മിൻ്റെ എക്സാംസ് ഒക്കെ നമുക്ക് ഒരുമിച്ച് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് സെമ്മ് പഠിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ സെക്കൻഡ് സെമ്മിൻ്റെ ക്ലാസ്സുകൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സുകളൊക്കെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുക, പഠിക്കാതിരിക്കരുത്. നമുക്ക് ലാസ്റ്റ് ടൈമിലേക്ക് ചിലപ്പോൾ എക്സാം ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ഒരാഴ്ച മുന്നേയൊക്കെയാണ് നമുക്ക് ഈ ഒരു ഡേറ്റ് ഒക്കെ അനൗൺസ് ചെയ്യുക, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി നോട്ടിഫിക്കേഷൻസ് പബ്ലിഷ് ചെയ്യാറുള്ളത്. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യുക, ഈ ഒരു ഫസ്റ്റ് സെമ്മ് പഠിക്കുന്നതോടൊപ്പം തന്നെ സെക്കൻഡ് സെമ്മിൻ്റെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് തന്നെ ചെക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ സർവീസും, നമ്മൾ ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല, നിങ്ങളുടെ എല്ലാ സർവീസും നമ്മൾ ചെയ്തു തരാറുണ്ട്. അപ്പം ഇനി അങ്ങോട്ടേക്കുള്ള നമുക്ക് ഈ ഒരു ഫൈനോട് കൂടിയിട്ടുള്ള രജിസ്ട്രേഷൻ്റെ ടൈമാണ്. അപ്പം നിങ്ങളിനി ആരെങ്കിലും രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമുക്കിപ്പോൾ യൂണിവേഴ്സിറ്റി സൈറ്റിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്ന നോട്ടിഫിക്കേഷൻ അനുസരിച്ച് നിങ്ങൾക്കിപ്പം ഏത് ഡേറ്റിലേക്കാണോ എക്സാമിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് പറയാൻ പറ്റുന്ന നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം മാത്രമാണ്. അപ്പോൾ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക. നമുക്കിപ്പം നമ്മുടെ മെയിൻ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ നോട്ടിഫിക്കേഷൻസ് അയക്കാറുണ്ട്. അതല്ലെങ്കിൽ മറ്റൊരു കാര്യം നിങ്ങൾക്ക് ചെയ്യാവുന്നത്, നിങ്ങൾക്ക് സൈറ്റിൽ കയറിയിട്ട് യൂണിവേഴ്സിറ്റി സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ചെക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഇപ്പോൾ എക്സാം വരാനിരിക്കരുത്. അപ്പം അതിന് മുന്നേ തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങിയെങ്കിൽ മാത്രമേ നമുക്ക് ഈസി ആയിട്ട് എക്സാം എഴുതാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പം സെക്കൻഡ് സെമ്മും അതുപോലെ തന്നെ ഫസ്റ്റ് സെമ്മും മിക്കവാറും നമുക്ക് ഒരുമിച്ചായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ എല്ലാവരും ആ ഒരു പ്രതീക്ഷയോട് കൂടി തന്നെ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുക, പ്രോപ്പറായിട്ട് തന്നെ ചെക്ക് ചെയ്ത് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് മുന്നോട്ട് പോവുക. അതുപോലെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണോ. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോയുമായി മറ്റൊരു ദിവസം വീണ്ടും കാണാം. താങ്ക്